കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ പിങ്കി അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയം പിങ്കി അർജുനോട് പറയാം, അവളെ ഞാൻ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നന്ദേ, പക്ഷെങ്കില് അവൾക്ക് ഭയങ്കര മുറുറുപ്പാന്ന് പറയാ. നീ എന്ത് ഭാഷയൊക്കെയാ പിങ്കി പറയണേ? നീ എന്താ പറയണേ? നിനക്ക് വല്ല ബോധ്യമുണ്ടോ? അല്ല, ഞാൻ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് നാളെ വരാൻ ബുദ്ധിമുട്ടാണ് പോലും, അവൾക്ക് എന്തോ സെമിനാർ ഉണ്ടെന്നോ. അതിപ്പം നന്ദേടത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. MBBS പഠിക്കുന്നല്ലേ, പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലേ. അപ്പൊ ചിലപ്പോ നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കും സെമിനാറിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ടായിരിക്കും വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ സെമിനാർ ഇതൊന്നും അല്ല, അവൾക്ക് മുഴുത്ത അസൂയാന്ന് പറയാം. ദേ, വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയരുത്. നന്ദേടത്തേക്ക് അങ്ങനെ അസൂയുണ്ടെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ നമ്മളോട് എന്തിനാ അസൂയ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അസൂയ പിടിക്കണോ? അർജുൻ വന്നതിന് ശേഷം നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കുന്ന കണ്ട് നന്ദയ്ക്ക് അവിടെ സഹിക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ ചോദിച്ചു, അല്ല, നമ്മൾ രണ്ടുപേരും നന്നായിട്ടാണോ ജീവിക്കണേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം പോലും നന്ദേടത്തേക്ക് ഇല്ലെന്നാണോ നീ മനസ്സ് വിചാരിച്ചിരിക്കുന്നത് ചോദിക്കുക. അല്ല, ഇപ്പൊ നിന്റെ പ്രശ്നം എന്നാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം പിങ്കി പറഞ്ഞു, എന്റെ കൂടെ ബ്യൂട്ടി പാർലർ വരണം, അതല്ലേ കുഴപ്പമുള്ളൂ. ബ്യൂട്ടി പാർലറിന് വരണേ വരാം, പക്ഷെ അതിന് ഒരു തടസ്സമൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ കൊണ്ടുവിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. അതെന്താ അങ്ങനെ പറയണേ? ഇപ്പം നന്ദേരയാണെങ്കിൽ ബ്യൂട്ടി പാർലർ കൊണ്ടുപോകും, ഗോതം കൊണ്ടുപോയി തിരികെ കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ അർജുൻ എന്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരും. പിന്നീട് നീ വിളിച്ചാൽ മതി, ആ സമയത്ത് ഞാൻ അവിടെ വന്നോളാം. അല്ലാതെ അവിടെ കാത്തിട്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അങ്ങനെയല്ലോ ഗൗതം ചെയ്യുന്നേ. ഗൗതം എന്താ ചെയ്യുന്നേ? അവിടെ വെയിറ്റ് ചെയ്ത് നന്ദ വരുമ്പോ ആ കൂടെയാണല്ലോ വരുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അവർ ചെയ്യുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യണമല്ലേ? അതെ, ഗൗതമേണ്ണല്ല ഞാൻ അർജുന. എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ഞാൻ നിൽക്കുള്ളൂ. അല്ലാതെ വേറുള്ളവർ അത് ചെയ്തു ഇത് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നെ കെട്ടാൻ നോക്കരുതെന്ന് പറയാം. ഓ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ. ഓ, നന്ദേടത്തിയും ഗൗതമേട്ടനും ഏതാണ്ട് ദൈവതുല്യരാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നേ. പിന്നീട് അവര് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം? അവർ ചെയ്യുന്ന പോലെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേങ്കില് ഇതിപ്പം എനിക്ക് എന്റേതായ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ പിങ്കി എന്നെ എവിടെയെങ്കിലും പിടിച്ചിട്ട് കെട്ടിയിടാൻ നോക്കുമൊന്നും വേണ്ട. അങ്ങനെ പിങ്കിയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നിന്ന് തരുന്നവനോ അല്ല ഈ അർജുൻ. അത് നിനക്ക് മനസ്സിലാവാൻ പോകുന്നുള്ളൂ, വഴിയെ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് പോവാണ്. പിങ്കിക്ക് മുഖത്ത് അടിയേറ്റ പോലെ പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നു ഇത്. പിന്നീട് കാണിക്കുന്ന മോഹിനി ഡൈനിങ് ടേബിളിലേക്ക് വരുക. ഇതെന്താ ഇതുവരെയായിട്ട് ഒന്നും കൊണ്ടുവന്നൊന്നും വെച്ചിട്ടൊന്നുമില്ലേ? എന്റെ ദൈവമേ, അരുന്ധതിയടുത്ത് വരുമ്പോ തന്നോടാ ചോദിക്കാൻ പോകുന്നേ. ഈ സമയത്താണ് ലക്ഷ്മിയമ്മയും പവിത്രയും കൂടെ അങ്ങോട്ട് വരുന്നേ. ഇതെന്താ ലക്ഷ്മി അടുത്ത് ഇതുവരെയായിട്ട് ആഹാരം ഒന്നും കൊണ്ടേ വെച്ചിട്ടില്ലെന്ന് ചോദിക്കുക. ആഹാരം കൊണ്ടല്ലേ അമ്മ ഞങ്ങൾ വരുന്നതെന്ന് പവിത്ര ചോദിക്കുക. അല്ല, ഇത് ഇലയൊക്കെ എന്തിയേ? ഇലയൊന്നും കൊണ്ടൊന്നും വെച്ചിട്ടില്ലെന്ന് ചോദിക്കുക. അതൊക്കെ തൂത്തുടച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടേ വെക്കാത്തെ? ഇത് കേട്ടതും ലക്ഷ്മിയമ്മ മോഹിനിയെ ശരിക്കും ഇങ്ങനെയൊന്ന് നോക്കി. അല്ല, എന്താ ലക്ഷ്മി അടുത്ത് പന്തിയല്ലാത്തൊരു നോട്ടം നോക്കുന്നേ? അല്ല, നീ ഏത് രാജ്യത്തെ രാജകുമാരിയാന്ന് ചോദിക്കുക. എന്താ അങ്ങനെ വെച്ചേ? എല്ലാം ആജ്ഞാപിക്കുന്ന അങ്ങോട്ട്. നീ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണോ? നീ വേണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നോടൊപ്പം ചേർന്ന് ചെയ്യാനായിട്ട്. എന്നിട്ട് അവള് കൽപ്പിച്ചോണ്ട് വന്നിരിക്കുന്നു. അതെ, എനിക്ക് ചെയ്യാനറിയാം. ഓ, അങ്ങനെയാണോ? അരുന്ധതിയടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടത്തിനും ഒരു മേൽനോട്ടം വഹിക്കണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ. അതെന്താ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു നോട്ടം? പവിത്ര പറഞ്ഞു, ഇതിനു മുമ്പും ലക്ഷ്മിയമ്മ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ. ഇവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും എല്ലാവർക്കും വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആള് ലക്ഷ്മിയമ്മയല്ലേ. പിന്നെന്താ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു മേൽനോട്ടത്തിന്റെ ആവശ്യം? അതോ അരുന്ധതിയടുത്തേക്ക് നല്ല സംശയമുണ്ട്. ഒരു പക്ഷേങ്കില് ഇതിപ്പം പിങ്കിമോളുടെ അർജുമോന്റെ ഫംഗ്ഷൻ അല്ലേ, അതുകൊണ്ട് ലക്ഷ്മിയടുത്തി പിന്നോട്ട് മാറുമെന്ന്. നന്ദയുടെ ഫംഗ്ഷനാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് നടത്തുവേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം. പെട്ടെന്ന് ലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് മാറി, ലക്ഷ്മിയുടെ കണ്ണങ്ങോട്ട് നിറഞ്ഞു വന്നു. പവിത്ര പറഞ്ഞു, അമ്മ എന്ത് വർത്താനായി പറയണേന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയോ? തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞാല് ശരിയായിട്ടുള്ള കാര്യമല്ലേ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, ഞാൻ അവരെ രണ്ടായിട്ട് കണ്ടിട്ടില്ല, ഞാൻ ഒന്നായിട്ടാണ് കണ്ടേക്കുന്നത്. അർജുൻ എന്റെ മോൻ എന്ന രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവൻ വേറെ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചിലപ്പോൾ മോഹിനിയുടെയും അതിന്റെ അടുത്തിൻ്റെ ഒക്കെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ്. ഞാൻ കരയാൻ മാത്രം അതിനൊന്നും പറഞ്ഞില്ലോ. അപ്പൊ അത്ര നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ലക്ഷ്മിയമ്മ കണ്ണ് നിറയ്ക്കുന്നത്? കണ്ണ് നിറയ്ക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ മോഹിനി പറഞ്ഞു, അല്ലെങ്കിലും ചെറിയൊരു കാര്യം മതി, എന്തേലും വന്നാൽ ലക്ഷ്മിയമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണീര് വരും. അല്ല, അതിനിപ്പം ഞാൻ അതിന് മാത്രം കൂടുതലൊന്നും പറഞ്ഞിട്ടും ഇല്ലോ എന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ട് തടിയിടാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേങ്കില് എന്തെങ്കിലും എന്റെ മേൽനോട്ടം എല്ലാത്തിനും വേണമെന്ന് അതിന്റെ അടുത്ത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് കണ്ണ് പാടിട്ടുണ്ട് തീർന്നില്ലേ? ഒരു പക്ഷേ സാമ്പാർ പൊടിക്ക് പകരം ചിക്കൻ പൊടി എടുത്തിട്ടാലോ? അതോടുകൂടി തീർന്നില്ലേന്ന് ചോദിക്കാം.
പവിത്ര പറഞ്ഞു, അതിലിന്ന് വെജ് അല്ലേ, സദ്യയല്ല, നോൺ വെജ് അല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക. ഈ സമയം മോഹിനി പറഞ്ഞു, അതെ ലക്ഷ്മിയായിട്ട് അങ്ങോട്ട് പോക്കോ, ഞാൻ ഇവളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. അങ്ങനെ ലക്ഷ്മി അങ്ങോട്ട് കയറിപ്പോയപ്പോ പവിത്രയോട് എന്നിട്ട് ചോദിച്ചു, അല്ല സത്യം പറ, നീ ഇപ്പൊ ആരുടെ പക്ഷത്താ നിൽക്കുന്നേ? ലക്ഷ്മി അമ്മയുടെ പക്ഷത്താണോ അത് എന്റെ പക്ഷത്താണോ? അതെ, ഞാൻ ഇപ്പൊ തക്കാലത്തെ ലക്ഷ്മി അമ്മയുടെ പക്ഷത്താ. കാരണം എന്താണെന്ന് അറിയാമല്ലോ, രാവിലെ എന്നെ അടുക്കളയിലേക്ക് കൊണ്ട് തള്ളിയിലെടുത്ത ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനല്ലേ ജോലികളൊക്കെ ചെയ്തോണ്ടിരുന്നേ. അമ്മയല്ലല്ലോ, അമ്മ അവിടെ സുഖിച്ച് കയറി മുറിക്കകത്ത് ഇരിക്കുമല്ലായിരുന്നോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇനി ലക്ഷ്മി അമ്മയുടെ പക്ഷത്താന്ന് പറഞ്ഞ് പവിത്ര അങ്ങോട്ട് പോവാണ്. മോഹിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മോഹിനി നിൽക്കുകയാണ്. പിന്നീട് നന്ദ ഒരുങ്ങി ബാഗൊക്കെ എടുത്തിട്ട് കോളേജിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനാണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുക, നീ എന്താ ഡ്രസ്സൊന്നും മാറിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഗൗതം സാർ, എനിക്കിന്ന് കോളേജിൽ പോകണം, സെമിനാർ അറ്റൻഡ് ചെയ്യണമെന്ന് പറയാം. നിന്നോട് ഞാൻ പറഞ്ഞു, നീ സെമിനാറും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല, ഒന്നും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഒരു നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണോ അങ്ങനെ? അതെ, എനിക്കും ഉണ്ട് മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജോലിയൊക്കെ ഇട്ടെറിഞ്ഞിട്ടാ ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കണേ. ഞാൻ പറഞ്ഞ ഗൗതം സാറിനോട് നിൽക്കാനായിട്ട് എനിക്ക് എൻ്റെതായ അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷനെ കുറിച്ച് മുമ്പ് പറയണമായിരുന്നു. ഇതിപ്പം ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് പിങ്കിക്ക് ഒരു താല്പര്യമില്ല. ഗൗതം സാറിനെ തന്നെ അവൾ വന്ന് ക്ഷണിച്ചേ. ഗൗതം സാർ മതിയെന്നും പറഞ്ഞോണ്ട് അവിടെ നിപ്പും മട്ടും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എന്നെ ഒരു കോമാളിയാക്കാനായിട്ട് മാത്രം അവൾ വിളിച്ചിരിക്കുന്ന. അവളുടെ കോമാളിത്തരങ്ങൾക്കൊന്നും സമയം കളയാനായിട്ട് എന്നെ കിട്ടത്തില്ല. എനിക്ക് കോളേജിൽ പോകണം, സെമിനാർ ഉണ്ടെന്ന് പറയാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? ഇവിടെ നിൽക്കുന്നതെല്ലാം വെറും കോമാളികളാണോ നിന്റെ വിചാരമില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ഒരിടത്തേക്കും പോകത്തില്ലെന്ന് പറയാം. അങ്ങനെ ഗൗതം സാറിന് പറയാൻ എന്താ ആവശ്യമുള്ള? ഗൗതം സാറിന് അറിയാം, എന്റെ മേലൊരു കാര്യം അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വഴങ്ങി തരുന്നവളല്ല ഈ നന്ദ. സ്നേഹത്തിന് വേണ്ടി ഏതറ്റം വരെ താഴാനും എനിക്ക് ഒരുക്കുക. പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം ചെയ്യിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നടക്കില്ല ഗൗതം സാർ എന്ന് പറയാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ? അഹങ്കാരമല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. അല്ല നിങ്ങൾ എല്ലാവരും ഇല്ലേ, പിന്നെ എനിക്കെന്താ ഇവിടെ കാര്യം? ഞാനിവിടെ ഈ ഫംഗ്ഷൻ കൂടണമെന്ന് എന്താ? ഇതിനേക്കാളും എനിക്ക് പ്രധാനം എന്റെ ഇപ്പൊ സെമിനാറാ. ഞാൻ MBBS പഠിക്കുന്ന സ്റ്റുഡന്റാ. അപ്പൊ എനിക്ക് എന്റേതായ തീരുമാനങ്ങളുണ്ട്. തീരുമാനങ്ങൾ മാത്രമല്ല, നാളെ ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഫംഗ്ഷനൊക്കെ ഗംഭീരമായിട്ട് നടക്കുകയും ചെയ്യും. പിന്നെ ഗൗതം സാറ് പറഞ്ഞല്ലോ, ഗൗതം സാറിന് ഡ്യൂട്ടിയൊക്കെ ഇട്ടുവന്നിട്ട് ഇവിടെ നിൽക്കണേന്ന്. അപ്പൊ ഗൗതം സാറിന് അത്ര പ്രാധാന്യമുള്ളൂ. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണെങ്കിൽ ഗൗതം സാർ ഇവിടെ നിൽക്കുമോ? ഒരു കാരണവശാലും ഇല്ല. ഡ്യൂട്ടി ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഗൗതം സാർ ഓടുവല്ലേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് എന്റെ കാര്യം എന്ന് പറയാം. ഗൗതം പറഞ്ഞു, നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. പിങ്കി കൊണ്ടു തന്ന ഡ്രസ്സ് വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ പറയാണ്. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യ, നീ ഈ മുറിക്കകത്ത് തന്നെ ഇരുന്നു, കോളേജിലേക്കും പോണ്ട, ഒരിടത്തേക്കും പോണ്ട. പനിയാന്ന് പറഞ്ഞ് ഇവിടെ മൂടിപ്പൊതിച്ച് കിടന്നു, അത് മതിയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാനിതിന് മൂടിപ്പൊതിച്ച് കിടക്കണം? എന്നെ അതിലൊന്നും കിട്ടത്തൊന്നുമില്ല. ഞാൻ കോളേജിൽ പോകുന്നു പറഞ്ഞാൽ കോളേജിൽ പോകും. അന്നെങ്കിൽ നീ ഇന്ന് പോയാൽ തന്നെയാ. നിനക്ക് 2 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നെങ്കിൽ താഴെ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് ഇറങ്ങി വരിക, അല്ലെങ്കിൽ ഇവിടെ നീ മൂടിപ്പൊതിച്ച് കിടക്കുക പനിയാന്ന് പറഞ്ഞ്. രണ്ടും പറ്റില്ല എന്ന് പറയണം. അന്നാ നീ ഒന്ന് പോകുന്നൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം വെല്ലുവിളിക്കുകയാണ്. ഈ സമയത്ത് നന്ദ ബാഗ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ഗൗതം പെട്ടെന്ന് പിടിച്ചവളെ ആ കട്ടിലേക്ക് ഇട്ടു. നീ ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് ആ ടേബിളിലിരുന്ന് കീ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. മുറി എങ്ങോട്ട് പൂട്ടി. ഗൗതം സാർ തുറക്കാനാ പറഞ്ഞ, എനിക്ക് പോണെന്ന് പറയാ. നീ ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ കിടക്കാൻ പറയാ. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഗൗതം സാർ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന നന്ദ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പിന്നീട് താഴേക്ക് ഗൗതം ഇറങ്ങി ചെല്ലുമ്പോഴാണ് ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ലക്ഷ്മി അമ്മ അടുത്തേക്ക് മോഹിനി പവിത്രം വന്നിട്ട് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും നന്ദയൊന്നും എഴുന്നേറ്റ് വന്നില്ലേന്ന് ചോദിക്കുക. അല്ല അവര് സമയമായല്ലോ, ഇനി സമയമുണ്ടല്ലോ. അങ്ങനെയാണോ? കൃത്യം മുഹൂർത്തത്തിലാണോ അവരിങ്ങോട്ട് വരണ്ടേ? ഇവിടുത്തെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലേ നന്ദയെന്ന് മോഹിനി ചോദിക്കുക. അതിനിപ്പോ എന്താ, കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞില്ലേ, എല്ലാം ഓക്കെ ആയില്ലേ, ഇനിയിപ്പൊ എന്താന്ന് ചോദിക്കണം. ഇതൊക്കെ പറയും. അതിൻ്റെതായിട്ട് ഇങ്ങോട്ട് വരുമ്പം ചീത്തതൊക്കെ ഞാനാ, എന്നോടാ മേൽനോട്ടം നോക്കാനായിട്ട് പറഞ്ഞ് ഏർപ്പാടാക്കിയെന്ന് പറയാണ്. ഈ സമയത്ത് ഗൗതം അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഗൗതമിനോട് ചോദിച്ചു, അല്ല നന്ദമോൾ എന്തിയെന്ന് ചോദിക്കുവാണ്. ഗൗതം ഒന്നും മിണ്ടില്ല. എടാ മോനെ, നിന്നോട് അയച്ച നന്ദ എന്തിയെന്ന് ചോദിച്ചാൽ അവൾ എന്നെ ഡ്രസ്സ് മാറുവാണോന്ന് ചോദിക്കണം. അത് എപ്പോഴും ഞാൻ നന്ദ എന്തിയെന്ന് ചോദിക്കുന്നത്. നന്ദ എന്തേലും ചോദിക്കണ ആവശ്യമുണ്ടോ? ഈ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആരാ? പിങ്കിയും അർജുനും അല്ലേ? അവരുണ്ടോ നോക്കിയാൽ പോരെ? നന്ദ വേണമെന്നുണ്ടോ? നന്ദ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫംഗ്ഷൻ നടക്കുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അതിന് എന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നു പറഞ്ഞില്ലല്ലോ, നന്ദമോൾ എന്തിയെന്ന് ചോദിച്ചല്ലേ ഉള്ളെന്ന് ചോദിക്കണം. അപ്പോഴാണ് അങ്ങോട്ട് മഹേശ്വരൻ വരുന്നേ. മഹേശ്വരന്റെ പുറകെ ജഗന്നാഥനും അങ്ങോട്ട് വന്നു. മഹേശ്വരൻ വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ മോനെ, എന്താ പ്രശ്നം, എന്താ നന്ദ എന്തിയെന്ന് ചോദിക്കണം. നന്ദ അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. അവൾക്ക് കോളേജിൽ പോകണം പോലും. കോളേജിലോ? ഇന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കോളേജിൽ പോകാനാ? ഇത് ഏട്ടൻ പറഞ്ഞു, അല്ലെങ്കിലും അവൾ അവളുടെ തീരുമാനത്തിലല്ലേ എപ്പോഴും വില കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളവരുടെ വിഷമങ്ങളും വേദനകളൊന്നും അവൾക്ക് അറിയണ്ടല്ലോ.
അവളൊരു തീരുമാനം എടുത്താന്ന് എല്ലാവർക്കും അറിയാലോ, അവൾ അതിൽ ഉറച്ചു നിന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ല മോനെ, നിനക്ക് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാൾ വന്നിരിക്കുന്നു. അതെ, അവൾക്ക് ഇച്ചിരി പിടിവാശിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നീ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വരും. അല്ലാതെ അവളുടെ മേലൊന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്നും അംഗീകരിച്ചു തരുന്ന കാര്യമല്ലെന്ന് പറയാം. ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു, അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അവളെ മുറി പൂട്ടിയിട്ടെന്ന് പറയാം. മുറി പൂട്ടിയിട്ടോ? നീ എന്തൊക്കെയാ ഗൗതം ഈ പറയണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പത്തിന് മഹേശ്വരൻ വന്നിട്ട് പറഞ്ഞു, എന്താ ഗൗതം, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അവൾക്ക് തോന്നിയാസം പോണം പോലും. അവളോട് ഇന്ന് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് കോളേജിൽ പോകണം എന്ന് പറഞ്ഞ് ഒരേ നിർബന്ധം പിടിച്ചങ്ങോട്ട് ഇറങ്ങി. ഞാൻ എന്ത് ചെയ്തു, പോകണ്ടെന്ന് പറഞ്ഞ് മുറിയിൽ അങ്ങോട്ട് കുറ്റിയിട്ട് അങ്ങോട്ട് മുറി പൂട്ടിയെന്ന് പറയണം. ഈ സമയം ലക്ഷ്മിയമ്മ വല്ലാത്തൊരവസ്ഥ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. നന്ദ മുറിയിലാണെങ്കിൽ ഇങ്ങനെ നോക്കുക ചുറ്റും, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും. അവിടെയൊക്കെ പോയി നോക്കി, രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. ആ സമയത്താണ് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ള ആ ഒരു ഇത് തുറന്നിട്ടിരിക്കുന്നത്, കഥക് തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് നന്ദ പോയി പതുക്കെ അത് ആ ലോക്ക് അങ്ങോട്ട് തുറക്കുവാണ്. അപ്പൊ നന്ദയ്ക്കൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നന്ദ അതിലൂടെ രക്ഷപ്പെടാനുള്ള പദ്ധതികളാണ് ചെയ്തത്. ഈ സമയം താഴെ ലക്ഷ്മിയമ്മ ഭയങ്കരമായിട്ട് ഗൗതമിനോട് ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. മഹേശ്വരൻ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ലക്ഷ്മി അവനെ ചീത്ത പറയുന്നേ? നന്ദയുടെ അഹങ്കാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അവള് പിടിച്ചോടം കൊണ്ട് പോകണം. അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇല്ല. ഗൗതം, നീ പറഞ്ഞ അവൾ അനുസരിക്കണം. പോവണ്ടെന്ന് പറഞ്ഞാൽ പോവണ്ട, ഭാര്യയെ നിലക്കി നിർത്താൻ നീ പഠിപ്പിക്കണമെന്ന് പറയാം. ഈ സമയം മഹേശ്വരൻ പറഞ്ഞു, ശരിയാണ്, കറന്നിട്ട് വേണം 2 പൊട്ടിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ വേണം. ഇന്നും രാവിലെ 2 പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഈ കേടങ്ങോട്ട് തീർന്നു കിട്ടും. അല്ലെങ്കിൽ ഇന്ത്യവരത്തിലേക്ക് കയറി വന്ന അന്ന് മുതൽ തുടങ്ങിയതല്ല അവളുടെ അഹങ്കാരം എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുന്ധതി അങ്ങോട്ട് വരുന്നേ. അരുന്ധതി ക്ഷേത്രത്തിൽ പോയിട്ടുള്ള വരവായിരുന്നു. രാവിലെ അർജുനും പിങ്കിക്കും വേണ്ടി ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ചിട്ടാ വരണേ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഗൗതമിന് തൊട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഈ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്ത് ചോദിച്ചു, അല്ല നന്ദ എന്തിയെന്ന് ചോദിക്കുകയാണ്. ഗൗതം ഒന്നും മിണ്ടിയില്ല. എടാ ഗൗതം, നിന്നോടാ ചോദിച്ചാൽ നന്ദ എന്തിയെന്ന് ചോദിച്ചേ. അവള് മുറിയിലുണ്ടെന്ന്. മുറിയിലുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അവള് മുറി കയറി ഇരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഈ സമയം പവിത്ര പറഞ്ഞു, അതെ നന്ദയടത്തി കോളേജിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഗൗതമേട്ടൻ മുറി പൂട്ടിയിട്ടിരിക്കുമെന്ന് പറയാണ്. നീ എന്തൊക്കെയാ ഗൗതം ഈ പറയാൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. ഈ സമയത്ത് പിങ്കി അർജുനും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നേ. നന്നായിട്ട് പിങ്കി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട്. അർജുന് നല്ല സുന്ദരനായിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങി വരുന്നത്. ഇതേ ഞങ്ങൾ എത്തിയിട്ടോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടേ. ഈ സമയം പിങ്കി ചോദിച്ചു, അല്ല നന്ദ വന്നില്ലേന്ന് ചോദിക്കുക. അരുന്ധതി, എങ്ങനെ വരാനാ, അവള് മുറിയിലിരിക്കുന്നുണ്ട്, അവളുടെ അഹങ്കാരം അത്രമാത്രം. ഗൗതം അവളെ പിടിച്ച് മുറി പൂട്ടിയിട്ടിരിക്കാന്ന് പറയണം. ഈ സമയം അർജുൻ ചോദിച്ചു, എന്താ വലിയ പറയണേന്ന് ചോദിക്കുക. എന്ത് പറയാനാ, അവളുടെ അഹങ്കാരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിങ്കി പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവള് വരത്തില്ല എന്നുള്ളത്, അവൾക്കേ അസൂയാന്ന് പറയാണ്. അർജുൻ പറഞ്ഞു, നീ അങ്ങനെ പറയരുത് കേട്ടോ. പിന്നെ അല്ലാതെ എങ്ങനെ പറയാനാ, ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ കാരണക്കാരി നന്ദയടത്തിയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാരണവശാലും നന്ദയടത്തിക്ക് അസൂയില്ലാന്ന് എനിക്ക് അറിയാമെന്ന് അർജുൻ പറയാണ്. പിന്നെ അതൊക്കെ അർജുന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. അവളെല്ലാതും കണ്ണി പൊടിയിലാണ്ട് ചെയ്ത ഇതൊക്കെ. ഒരുപക്ഷെ അർജുൻ ഇങ്ങോട്ട് തിരികെ വന്ന് ഞാനും അർജുനും തമ്മിൽ നല്ലൊരു കുടുംബജീവിതം നയിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അവൾ ഇന്ന് ഫംഗ്ഷന് പോകാനായിട്ട് തീരുമാനിച്ചേ. അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കത്തല്ലേ ഉള്ളൂ, അല്ലാതെ തോന്നിയാസം ഇറങ്ങി പോവെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അരുന്ധതി, ശരിയാ, അവളുടെ അഹങ്കാരം അത്. ഗൗതം ഗൗതം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ മുറിക്കകത്ത് പൂട്ടിയിട്ടേന്ന് പറയാം. ഇത് കേട്ടോ അർജുൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അർജുൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? നന്ദയടത്തിയെ കുറിച്ച് എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിലെ വിചാരം എന്ന് പറയണം. ഒരു കാര്യം പറഞ്ഞേക്കാം, നന്ദയടത്തിനെ ആദ്യം വേദനിപ്പിക്കാൻ ശ്രമിച്ച് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് ഭയങ്കര കലിപ്പിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗൗതം വരെ ഒരു നിമിഷം അമ്പരന്ന് പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.